Hello, welcome to PEPP Learning. National Common Entrance Test NCET സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും IIT-കളിലേക്കും അതുപോലെ NIT-കളിലേക്കും റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിലേക്കും ഇൻ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള പരീക്ഷയാണ് NCET എന്ന് പറയുന്നത്. അപ്പോൾ NCET-യുടെ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്ലിക്കേഷൻ ചെയ്ത ആളുകൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് വരുത്താനുണ്ടെങ്കിൽ ആ കറക്ഷൻസിനുള്ള സമയമാണ്. കറക്ഷനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താണ് കറക്ഷനുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. NCET-യിൽ കറക്ഷൻസ് ഇൻ ദ പെർട്ടിക്കുലേഴ്സ് ഓഫ് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഓഫ് നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. NCET എക്സാമിനേഷനിൽ കറക്ഷൻ ചെയ്യേണ്ട ആളുകൾക്കുള്ള അവസരമാണ് 17th May to 18th May 2024 അപ് ടു 11:50 PM വരെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ എന്തൊക്കെ കറക്റ്റ് ചെയ്യാമെന്നുള്ളത് അനക്ഷൻ 1-ൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതാണ്. അപ്പോൾ നിങ്ങൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാനാണെങ്കിൽ അഡീഷണൽ ഫീസ് ആയിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാം, അതായത് കാൻഡിഡേറ്റ് ഷാൽ നോട്ട് ബി അലൗഡ് ടു ചേഞ്ച്. എന്തൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല? മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, കാരണം മൊബൈൽ നമ്പർ യുണീക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. പെർമനന്റ് ആൻഡ് പ്രസന്റ് അഡ്രസ്സും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നതാണ്. ഈ 3 കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ എനി വൺ ഓഫ് ദി ഫീൽഡ്സ്, ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള സംഗതി ഏതൊക്കെയാണ്? കാൻഡിഡേറ്റ് നെയിമും പേര് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഓർ ഫാദർ നെയിം ഓർ മദർ നെയിം ഓർ ഫോട്ടോഗ്രാഫ് ഓർ സിഗ്നേച്ചർ. അപ്പോൾ പേര്, ഫാദർ നെയിം, മദർ നെയിം, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം പാടെ തെറ്റിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിലേതും പ്രയോറിറ്റിയിൽ വരും. അപ്പോൾ പേരൊക്കെ ആയിരിക്കും ഒരു പക്ഷേ പ്രയോറിറ്റിയിൽ വരും. അപ്പോൾ പേരിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പം ക്ലറിക്കൽ മിസ്റ്റേക്സ് ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക. ആ സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്നതിലെല്ലാം ചേഞ്ച് ചെയ്യാം. എന്ത് 10ാം ക്ലാസ് കൊടുത്ത ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാം, 12th കൊടുത്ത ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാം, അതൊക്കെ ചേഞ്ച് ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല എന്നതാണ്. പിന്നെ എക്സാമിനേഷൻ സിറ്റീസ്, അതായത് സെയിം സ്റ്റേറ്റിലുള്ളത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേറെ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിലുള്ള ആൾക്ക് കേരളത്തിലുള്ള ജില്ലകളിലുള്ള എക്സാമിനേഷൻ സിറ്റി ചേഞ്ച് ചെയ്യാം. 2 പ്രിഫറൻസുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ ഈ പറയുന്നതിലെല്ലാം ചേഞ്ച് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ജെൻഡർ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി കേട്ടോ. ജെൻഡർ ചേഞ്ച് ചെയ്യാം, കാറ്റഗറി ചേഞ്ച് ചെയ്യാം, സബ് കാറ്റഗറി പോലെയുള്ള സംഗതികളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സംഗതികൾ ഉണ്ടാവും എന്നതാണ്. കറക്ഷൻ പീരീഡിൽ ഈ പറയുന്ന പോലെ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാം, ടെസ്റ്റ് ചേഞ്ച് ചെയ്യാം, യൂണിവേഴ്സിറ്റി പ്രോഗ്രാം കോഴ്സൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും എന്നതാണ്. അഡീഷണൽ ഫീസിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ ഫീസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. പിന്നീട് റീഫണ്ടബിൾ ആയിട്ടുള്ള സംഗതികളൊന്നും ഉണ്ടാവില്ല, കുറച്ചാൽ എന്നുള്ള സംഗതി ആയിരിക്കും ഉണ്ടാവുക. ഒറ്റ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓൺലി 1 ടൈം കറക്ഷൻ. നിങ്ങൾ ഒരു പ്രാവശ്യം കറക്റ്റ് ചെയ്തു, പിന്നെ തോന്നുകയാണ് പിന്നെയും കറക്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ മിസ്റ്റേക്ക് ആണെങ്കിലും കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. 1 ടൈം കറക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധവശാൽ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് NCET നടപ്പിലാക്കുന്നത്. അതിനുശേഷം 2ാമത്തെ വർഷമാണ് ഈ വർഷം ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള BEd കോഴ്സുകൾ വിവിധ NIT-കളിലും IIT-കളിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അപേക്ഷ തിരുത്തൽ വരുത്താവുന്നതാണ്. സോ വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.